Hello everyone. So എൻ്റെ മക്കളെല്ലാവരും വളരെ സേഫായി ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് മിസ് എക്സ്പെക്ട് ചെയ്യാണ്. സോ ഈ ഒരു വീഡിയോയിൽ മിസ് വന്നിട്ടുള്ളത് നിങ്ങളുടെ ഈ ഒരു വീക്ക്ലി പ്ലാൻ പറയാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങൾക്ക് ഈ ഒരു വീക്കിൽ എക്സാം വിന്നർ എന്തൊക്കെയാണ് സെറ്റാക്കി വെച്ചിട്ടുള്ളത്, എന്തൊക്കെയാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് മിസ് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. സോ ഇതിന് മെയിൻ ആയിട്ടുള്ള ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്, മെയിനായിട്ട് ഇങ്ങനെ ഒരു ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ഉള്ളത് എന്തുകൊണ്ടാണ്? ഇനി നമ്മളെ കാത്തിരിക്കുന്നത് ഓണം എക്സാം ആണ് അല്ലേ. സോ എൻ്റെ മക്കൾക്ക് ഓണം എക്സാമിനൊക്കെ നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈവ് ക്ലാസ്സസ് ഒക്കെ വീണ്ടും ഡബിൾ പവറായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓൾറെഡി മക്കളെല്ലാവരും ലൈവ് ക്ലാസ്സസ് ഒക്കെ കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീക്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ദിവസങ്ങളിലാണ് ലൈവ് ക്ലാസ്സസ് എന്ന് നമുക്ക് നോക്കാം. സോ ക്ലാസ് 3-ലാണെങ്കിൽ ലൈവ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 7:30-ക്കാണ് അല്ലേ. അപ്പോൾ കറക്റ്റ് 7:30-ക്ക് നമ്മുടെ ചാനലിലോട്ട് വന്നിരിക്കണം, എന്നാലേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആദ്യം മുതൽ അവസാനം വരെ ടീച്ചേഴ്സിൻ്റെ കൂടെ ഇരുന്ന് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് ഇനി ഉണ്ടായിരിക്കുക വെനസ്ഡേ ആയിരിക്കും. ഓക്കെ, അപ്പം മൺഡേ ഇന്നില്ല, നാളെ ഇല്ല, പക്ഷെ മറ്റന്നാളുണ്ട്. അതായത് വെനസ്ഡേ ബുധനാഴ്ച കറക്റ്റ് 7:30-ക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷിലെ ചാപ്റ്റർ 1-ൻ്റെ പാർട്ട് 2 ലൈവായിട്ട് നിങ്ങളുടെ സ്വന്തം അഞ്ജലി മിസ് വരും. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് നെക്സ്റ്റ് തേഴ്സ്ഡേ നിങ്ങൾക്ക് മാത്സിൻ്റെ പാർട്ട് 2 ലൈവുമായിട്ട് ജിസ്മി മിസ് ആയിരിക്കും വരാം. ഓക്കെ, അപ്പോൾ ഈ രണ്ടേ ദിവസങ്ങളിൽ മാത്രമാണ് നമുക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കാം. ഓക്കെ, ബാക്കിയുള്ള ദിവസം എന്താ മിസ്സേ? ബാക്കിയുള്ള ദിവസം എൻ്റെ മക്കൾ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യാം. റിവിഷൻ്റെ ടൈമാണ്, കാരണം നിങ്ങൾ കുഞ്ഞു കുട്ടികളാണ്. അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സമയം വേണം, എഴുതി പഠിക്കാൻ സമയം വേണം, സ്കൂളിൽ നിന്ന് കുറേ ഹോംവർക്കും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഇതെല്ലാം ചെയ്യാൻ വേണ്ടി നമുക്ക് ഒത്തിരി സമയം വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എല്ലാ ദിവസവും നമുക്ക് ലൈവ് ക്ലാസ്സസ് വെക്കാത്തത്. അപ്പോൾ അതുകൊണ്ട് ഈ 2 ലൈവ് ക്ലാസ്സസ് മക്കളെല്ലാവരും കറക്റ്റ് 7:30-ക്ക് അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം ഇതിൽ എന്തൊക്കെയാണോ പഠിപ്പിച്ചിട്ടുള്ളത് അതെല്ലാം ഒന്നും കൂടി പഠിച്ചു നോക്കുക, എഴുതി പഠിക്കുക, വായിച്ചു പഠിക്കുക, നോട്ട്സ് ഉണ്ടാക്കുക. ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള ദിവസങ്ങളുള്ളത്. സോ മക്കളെല്ലാവരും ഈ ഒരു ഓണം എക്സാമിന് വേണ്ടിയിട്ട് ഇനി ആകെ 1 മാസം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ആ 1 മാസം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഫുൾ സെറ്റായിട്ട് പഠിക്കുക. നിങ്ങളെല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കും എന്ന് മിസ് വിചാരിക്കുകയാണ്. ഇനി പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ ഒരു വിഷമം വേണ്ട, നമ്മുടെ ലൈവ് ക്ലാസ്സൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, ചാനലിൽ വരുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ചാനലിൽ വരുന്ന വീഡിയോസും ലൈവ് ക്ലാസ്സസ് കറക്റ്റായിട്ട് കാണാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അത് ചെയ്യാൻ അറിയാത്ത മക്കൾ നിങ്ങളുടെ പാരൻസിനോട് ചോദിക്കുക. പാരൻസിനോട് ചോദിച്ച് അമ്മ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരുമോ, എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സസും കാര്യങ്ങളൊക്കെ വരുന്ന ചാനലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നല്ല കാര്യത്തിനാണെങ്കിൽ പാരൻസ് എന്തായാലും അത് സബ്സ്ക്രൈബ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരും. ക്ലാസ്സസ് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റും, വീഡിയോസൊക്കെ കറക്റ്റ് സമയത്ത് കാണാൻ പറ്റും, ഷോർട്സ് ഒക്കെ കറക്റ്റ് സമയത്ത് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ എല്ലാവരും കമൻറ്റ് ചെയ്യുക, യെസ് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അറിയിക്കാം. ഇനി ഈ ഒരു ടൈം ടേബിൾ കുറേ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫ്രണ്ട്സ് ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അവർക്കെല്ലാവർക്കും വേഗം തന്നെ ഈ ഒരു വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആരും മറക്കണ്ട, വെനസ്ഡേയും തേഴ്സ്ഡേ ആയിരിക്കും നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കുക. ലൈവ് ക്ലാസ് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക. അടിപൊളിയായിട്ട് ഓണം എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക.